ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അംജ ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, ഒരു 6-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ, ഒരു തണ്ട് കറിവേപ്പിലയാണ്, പിന്നെ നമ്മുടെ ഒരു കൈപ്പിടി അളവിൽ തേങ്ങ. വറ്റൽമുളകിൻ്റെ പകരം ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ പുളി ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ന ശേഷം നമ്മുടെ മുളക് പൊടിയും നമ്മുടെ തേങ്ങയും പാടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ വറ്റൽമുളക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് ഇച്ചിരി എരിവുണ്ടെങ്കിലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ പാകത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒട്ടും ഇതിൽ വെള്ളം ചേർക്കാതെ റിവേഴ്സ് ഗിയറിൽ വന്നിട്ട് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പരുവത്തിലാവും. അപ്പോൾ വെള്ളം നമ്മൾ ഒട്ടും ആഡ് ചെയ്യരുത്. അപ്പോൾ വീണ്ടും ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനിക്ക് ഞാൻ അധികം ഇങ്ങനെയാണ് കേട്ടോ ചമ്മന്തി സ്കൂളിലോട്ട് കൊടുത്തയക്കാറ്. അപ്പോൾ കുറച്ച് എരിവ് കമ്മിയുണ്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തത് ഈ പരുവത്തിലൊന്ന് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ വറ്റൽമുളകില്ലാവർക്ക് ചമ്മന്തിയൊന്നും അരക്കാണ്ടിരിക്കേണ്ട. ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ശേഷം ഞാനിതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമ്മുടെ ആ പഴയ നാടൻ രീതിക്കൊന്ന് ഉരുണ്ട പിടിച്ചെടുക്കണ്ട കേട്ടോ. അമ്മിക്കല്ലിലൊക്കെ അരയ്ക്കുമ്പോൾ നമ്മുടെ ഉമ്മമാരും അമ്മമാരൊക്കെ ഇങ്ങനെയല്ല ചെയ്യാറ്. അപ്പോൾ അതവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.